സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശ്രീമന്നാരായണീയത്തിൽ ധ്രുവചരിതമാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. 3 ശ്ലോകം കൊണ്ട് രുചിയാൽ പരുഷമായി ആക്ഷേപിക്കപ്പെട്ടതായിരിക്കുന്ന ധ്രുവൻ സങ്കടത്തോടുകൂടി കണ്ണീരൊഴുക്കി തൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മയായിരിക്കുന്ന സുനീതി ആവട്ടെ കർമ്മഗതി സംതരണായ പുംസാം, നമ്മളൊക്കെ ഇവിടെ ഒരു കെട്ട് കർമ്മം കൊണ്ടാണ് വന്നിരിക്കുന്നതെന്നാണ്. ഒരു ബാണ്ടോ കെട്ടോ എന്താ വെച്ചാൽ ആ കർമ്മം അനുഭവിച്ചിട്ടേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പം അത് വിഷമം കൂടാതെ ഇവിടുന്ന് തരണം ചെയ്യുക എന്നത് ഏതൊരു ജീവൻ്റെ ആവശ്യമാണ്. അതിനെന്താണ് മാർഗം? ഒറ്റ വഴിയുള്ളൂ, ത്വത്പാദമേവ ശരണം. ഈശ്വരഭക്തി ഉണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് തരണം ചെയ്യാനായിട്ട് പറ്റും. ഈശ്വരഭക്തി ഉണ്ടാവുക, ഈശ്വരൻ്റെ കൃപ ഉണ്ടാവുക. ഈശ്വരൻ്റെ കൃപ ഉണ്ടാവണം വെച്ചാൽ എന്ത് വേണം? ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ, കൃപ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഭജനം പ്രധാനമായിട്ട് വേണം. ഭജനോത് ഭജന്തൻ ആണ് ഭഗവാൻ എന്ന് പറയും. ആര് ഭജിച്ചുവോ അവരെ അനുഗ്രഹിക്കുക. അപ്പോൾ ആ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് കർമ്മഫലങ്ങൾ വല്ലാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കാതെയൊക്കെ ഇവിടെ കഴിഞ്ഞുകൂടാൻ ഉള്ള മാർഗം. കർമ്മഫലങ്ങൾ എന്തായാലും നമുക്ക് അനുഭവിക്കേണ്ടി വരും. പക്ഷേ ആ കർമ്മഫലങ്ങളുടെ തീവ്രത കുറഞ്ഞതായിട്ടുള്ള ഒരു അനുഭവം ഈശ്വരവചനത്തിൽ വിശ്വസിക്കുന്നതായിട്ടുള്ള ജീവന്മാർക്ക് ഉണ്ടാവും. അതാണ് സാപിസ്വ കർമ്മഗത ഗതി സംസരണായ പുംസാം ത്വത്പാദമേവ ശരണം ദിശവേ ശംസ എന്ന് പറഞ്ഞത്. ഒരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ, റോട്ടിൽ കൂടെ പോകുന്ന സമയത്ത് ഹമ്പ് ഉണ്ടാവും. ആ ഹമ്പ് ഉണ്ട് എന്ന് കരുതി നമ്മൾ പോകുന്നതും ബ്രേക്ക് പിടിക്കുന്നതും സ്ലോ ചെയ്ത് പോകുന്നതും അതേ സമയത്ത് യാതൊരു കുശലും ഇല്ലാണ്ട് ഒരേ വേഗതയിൽ കരുതലില്ലാണ്ട് പോയാലും ഒന്നാണോ അനുഭവം? 2 വീലറൊക്കെ ആണെങ്കിൽ സ്ലോ ചെയ്യാതെ പോയാൽ മരണം വരെ സംഭവിക്കാം അല്ലേ? അത് തെറിച്ചിട്ട്. അതേ ഹമ്പിൽ കൂടെ തന്നെയാണ് നമ്മൾ എന്ത് പോണത്, സൂക്ഷിച്ച് അവിടെ സൈൻ ബോർഡൊക്കെ നോക്കി സ്ലോ ചെയ്ത് മെല്ലെ അങ്ങോട്ട് ചാടിക്കും. അപ്പോൾ വലിയ കുഴപ്പമൊന്നും കൂടാതെയാണ് പോവും. അപ്പം ഇത് 2 കേസിലും ഹമ്പ് അവിടെ ഉണ്ട്, ഹമ്പ് ഈസ് ദർ. പക്ഷെ ആദ്യത്തെ കേസിൽ മരണം വരെ സംഭവിച്ച് വീണ് തകർന്ന് മൊത്തം പ്രശ്നമായി. രണ്ടാമത് പറഞ്ഞ ഉദാഹരണത്തിൽ ഒരു കുഴപ്പം കൂടാതെ ഒന്നാമത് സ്ലോ ചെയ്ത് ഒരു ചാട്ടത്തോട് കൂടിയിട്ട് യാത്ര സുഖമായിട്ട് തുടരുന്നു. എന്ന പോലെ നമുക്ക് വരാവുന്ന സംഗതികളെ ഒന്നും മാറ്റി നിർത്താൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് ഒരു തെറ്റിദ്ധാരണയാണ്. ഞാനിപ്പോൾ ഇതൊക്കെ കരുതിയിട്ട് ഭജിച്ചിട്ട് എനിക്ക് എന്താ കാര്യം ഉണ്ടായി? അങ്ങനെയല്ല. ആ വിഷമഘട്ടത്തെ നമ്മൾ തരണം ചെയ്യുന്ന വിധത്തിന് വളരെ മാറ്റമുണ്ട്. വിഷമം രണ്ടിലും ഉണ്ടെങ്കിലും ഒരു ഈശ്വര വിശ്വാസി അതിനെ കാണുന്നതും അല്ലാത്തൊരാൾ അതിനെ കാണുന്നതും എൻറ്റയർലി ഡിഫറൻ്റാണ്. അങ്ങനെയാണ് നമ്മൾ എല്ലാ വിഷമങ്ങളും പൂർവജന്മകർമ്മത്തിനനുസരിച്ചിട്ട് അനുഭവിക്കേണ്ടി വരും. അവശ്യമേവ ഭോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം. ശുഭായാലും അശുഭായാലും കീഴിൽ ചെയ്തത് അനുഭവിച്ചേ പറ്റൂ. പക്ഷെ ഭക്തന്മാർക്കോ അത് കടന്നു പോവാൻ എത്രയോ ലാഘവം അനുഭവപ്പെടും. അത്രയേ ഉള്ളൂ. അപ്പം അതാണ് ഇവിടെ അമ്മ ഉണ്ണിയായ ധ്രുവന് പറഞ്ഞു കൊടുത്തത്. അടുത്തതോ ധ്രുവൻ അതിനൊക്കെ പ്രതികരണം എന്താ ഉണ്ടായി എന്ന് പറയണം. 4-ാമത്തെ ശ്ലോകം. ആകർണ്യസോ ബിഭവതർച്ചന നിശ്ചിതാത്മാ മാനീ നിരേത്യ നഗര കില പഞ്ചവർഷ സന്ദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ
താം ആരരാധ തപസ മധുകാനനാന്തേ. ആ കുട്ടിയാവട്ടെ സോപി, സ അബി ചൂർത്തി പറയുമ്പോൾ സോപി, സ പ്ലസ് അബി ആണ് സോപി ആണ് തുടങ്ങുക. 5 വർഷം മാത്രം വയസ്സ്, പഞ്ചവർഷ കില, 5 വയസ്സേ ആയിട്ടുള്ളൂ എങ്കിലും മാനി, ക്ഷത്രിയ സ്വഭാവം രക്തത്തിൽ കുറച്ചുണ്ടാവും, അങ്ങനെയാണല്ലോ ആ ജനനം. മാനി ഇത് കേട്ടതുകൊണ്ട് താൻ എന്താണ് ഈ വിഷമഘട്ടത്തിൽ തരണം ചെയ്യാൻ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുകയും എല്ലാറ്റിനും പരിഹാരം ഈശ്വരവചനമാണ് എന്നാണല്ലോ അമ്മ പറഞ്ഞു കൊടുത്തത്. എന്നാൽ ആ ഭഗവാനെ ഒന്ന് ഭജിച്ച് നോക്കിയാലോ എന്നൊരു ചിന്ത. ചില പരീക്ഷണങ്ങൾ നമുക്ക് വളരെ ജീവിതത്തിൽ ഉപയോഗമായിട്ട് വരും. എന്നാൽ അതൊന്ന് ചൊല്ലി നോക്കിയിട്ട് തന്നെ വേറെ കാര്യം, അപ്പം അതിൻ്റെ ഫലം ഉണ്ടാവുകയും ചെയ്യും. അതൊക്കെ ഒരു പുണ്യ നിമിഷത്തിലാത്രേ തോന്നുക. അല്ലാണ്ട് ഇപ്പോൾ പരീക്ഷിക്കാനും തോന്നില്ല, അതിൻ്റെ ഫലം ഉണ്ടാവില്ല. അമ്മ ദേനെ പറഞ്ഞു കൊടുത്തു, നാന്യന്തത പത്മപലാശലോചനാത് ദുഃഖച്ഛിതം തേ മൃഗയാമി കഞ്ചന. ദുഃഖത്തെ ഛേദിക്കാനുള്ള മാർഗം താമരക്കണ്ണനായിട്ടുള്ള ഭഗവാനെ ഭജിക്കല്ലാണ്ട കുട്ടി വേറൊന്നുമില്ല. യോ മൃഗ്യതേ അത്തഗൃഹീത പത്മയ ശേതരേ രംഗവിമൃഗ്യമാണയ. അത ഗൃഹീത പത്മയ, ആ ഭഗവാന്റെ പാദപത്മത്തെ ഭജിച്ച് തഥാ ആ ശിവൻ, ശ്രീദേവി പോലും അവിടെ ശേതരേരംഗ വിമൃഗ്യമാണയ ഇരുന്ന് എല്ലാവിധ ഐശ്വര്യങ്ങളും തൻ്റെ ഭക്തന്മാർക്ക് നൽകണു. ഐശ്വര്യം, ശ്രീ മുതലായിട്ടുള്ള സർവ വിഭൂതികളും അല്ലെങ്കിൽ ഗുണങ്ങളും നേട്ടങ്ങളും മനുഷ്യനുണ്ടാക്കുന്നത് ഭഗവാന്റെ പാദപത്മത്തെ ഭജിച്ചിട്ടാണ് എന്നാണല്ലോ അമ്മ പറഞ്ഞത്. അങ്ങനെ വേഗം കാട്ടിലേക്ക് തപസ്സിനായിട്ടാണ് പുറപ്പെടുകയാണ്. അങ്ങനെ നഗരാത് കില പഞ്ചവർഷ, നഗരത്തിൽ നിന്ന് മാനി നിരയെത്തിയ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു, അവിടുന്ന് പോകാൻ വേണ്ടി പുറപ്പെട്ടു എന്നർത്ഥം. വഴിയിലോ സംദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ ത്വാമാരരാധ തപസ മധുകാനനാന്തേ. പോയിട്ട് എവിടെ എത്തി? മധുകാനനം, മധുവനം എന്ന് പറഞ്ഞിട്ടുള്ള ആ കാട്ടിലെത്തി. നടുവിൽ നാരദനെ കണ്ടു. അതിൻ്റെ ഇടയിൽ സംദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ, ഒരൊറ്റ വരിയിലാണ് മുഴുവനെ കണ്ടതും അവർ തമ്മിലുള്ള സംഭാഷണം. അതുപോലെ തന്നെ മന്ത്രോപദേശം കൊടുത്തത് എല്ലാം ഒറ്റ വരിയിലൊരുക്കി. കാണപ്പെട്ട നാരദനാൽ കൊടുക്കപ്പെട്ട മന്ത്രത്താൽ ഇത്ര വേഗം കഴിഞ്ഞു അറിയോ. അപ്പോൾ നാരദൻ്റെ സംഭാഷണവും അതൊക്കെ പറയണ്ട ഭാഗവത്തിൽ. എന്താണ് കുട്ടി, നീ എവിടേക്കാണോ പോകുന്നത്? ഒറ്റയ്ക്കുള്ള ആ ഒരു പോക്ക് കണ്ടപ്പോൾ ഒരു പന്തികേട് നാരദന് തോന്നിയതുകൊണ്ടാണ് നീ എവിടേക്കാണ്. അപ്പോഴാണ് ധ്രുവൻ ഉണ്ടായ കഥയൊക്കെ പറഞ്ഞത്. ചെറിയമ്മ തന്നെ ആക്ഷേപിച്ചതും ഈശ്വരഭജനത്തിനാൽ അതിന് പരിഹാരം കാണാൻ ഞാൻ കാട്ടിലേക്ക് തപസ്സിന് പോവുകയാണ്. അപ്പം നാരദ മഹർഷി ചിരിച്ചു. അഹോ തേജക്ഷത്രിയാണാം മാനഭംഗം അമൃഷ്യതാം. ക്ഷത്രിയന്മാരുടെ അഭിമാനം കണ്ടു, കുട്ടിയായിട്ടും കൂടി ഇങ്ങനെ. അപ്പം വലിയ ആളായ എത്ര ഉണ്ടാവണം. അപ്പം നാരദൻ പറഞ്ഞു, നാദുനാം അപമാനം തേ സമ്മാനം ഭാവി പുത്രക. പുത്രക എന്ന് വളരെ സ്നേഹത്തോടുകൂടി വർണ്ണിക്കുകയാണ് സംസ്കൃതത്തിൽ. പുത്രൻ എന്ന് പറഞ്ഞാലും മതി, പുത്ര എന്ന് പറയാം. പക്ഷെ ഒന്നും കൂടി വാത്സല്യമുണ്ട്. 5 വയസ്സായ കുട്ടിയോടുള്ള ആ വാത്സല്യം സൂചിപ്പിക്കാനാണ് എന്ത് പറയുന്നത്, പുത്രക. അങ്ങനെ അഭിമാനമൊക്കെ നിനക്കിപ്പോൾ ഈ പ്രായത്തിൽ വേണോ? അമ്മമാർ കുട്ടികളെ ചീത്ത പറയലൊക്കെ സാധാരണ പതിവാണ്. എൻ്റെ അച്ഛനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് നിനക്ക് വേഗം കൊട്ടാരത്തിലേക്ക് മടങ്ങി പോവുക. ഞാനൊക്കെ പറഞ്ഞ് ശരിയാക്കാം. ഞാൻ പറഞ്ഞ അച്ഛനൊക്കെ കേൾക്കും. താനപാദം നാരദനെയൊക്കെ ബഹുമാനമുണ്ട്, നാരദൻ പറഞ്ഞാൽ കേൾക്കും. പിന്നെ ഈ തപസ് എന്ന് പറഞ്ഞാൽ നീ വിചാരിക്കുന്ന പോലെ എളുപ്പമാണ് എന്നാണോ അപ്പോൾ നീ വിചാരിച്ച്? എപ്രസാദം സവേ പുംസാം ദുരാരാധ്യോ മതോ മമ. ദുരാരാധ്യാണ്, സുരാരാധ്യല്ല. നമുക്കൊക്കെ ഉള്ള ഡ്രോബാക്ക് ഈ ഈശ്വരഭജനം എന്ന് പറഞ്ഞാൽ യേശൊരു
ബുദ്ധിമുട്ടി അവിടേക്ക് എത്തണവർക്കാണ് പറ്റുള്ളൂ. ചിലരങ്ങനെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തും. അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ കഷ്ടപ്പെട്ടാലും ഗുണമുണ്ടെച്ചാൽ നമ്മൾ കഷ്ടപ്പെടണ്ടേ? കുറച്ച് ബുദ്ധിമുട്ടണം, അല്ലാണ്ട് പറ്റില്ല. കുറച്ച് ഉപാസന, ഒരു മന്ത്രം ഉപദേശം എടുക്കുക, മന്ത്രം ധാരാളം ജപിച്ച് സിദ്ധി വരുത്തുക, അല്ലെങ്കിൽ ഒരു പുരാണം ധാരാളമായിട്ട് അതിൻ്റെ സഹസ്രനാമം, ഒരു ഗുരുവിനെ സ്വീകരിക്കൽ, ഇതൊക്കെ ഇപ്പം നമ്മൾ എത്ര 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 പറയുന്നുണ്ട്. അത് ആലോചിക്കുക, എത്ര പേര് ഗുരുവിൽ നിന്ന് മന്ത്രം സ്വീകരിക്കുന്നുണ്ട്? ചോദ്യമാണ്. വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമുക്കതിൻ്റേതായിട്ടുള്ള അനുഭവം ഇല്ലാത്തത്. ധാരാളം ഉപാസിച്ച് ശീലമുള്ള ഒരാളിൽ നിന്ന് നമ്മളൊക്കെ ഈ കേൾക്കണ മന്ത്രം തന്നെയാണ് അവർ പറഞ്ഞു തരിക. പക്ഷെ അവരിൽ കൂടെ വരുമ്പോൾ അത് ഒരു ഉപദേശ രൂപത്തിലാവും. അത് ജപിക്കുക, കുറച്ച് നേരം അതുപോലെ ജപിച്ച് സിദ്ധി വരുത്തി ആ നാമം പിന്നെ നമ്മുടെ നാവിൽ നിന്ന് വിട്ടുപോവില്ല എന്നാണ്. അത് നമ്മുടെ രക്ഷകനായിട്ട് കൂടെ ഉണ്ടാവും. രാമമന്ത്രം ഹനുമാൻ്റെ കൂടെയുള്ള പോലെ. അപ്പം അതും നമ്മൾ പറയാറുള്ളത്, ഈ മന്ത്രവും നാമവും സദാ വേണം. എത്ര ആൾ സദാ ചെല്ലുന്നുണ്ട്? നാരായണ എന്ന് സദാ ജപിച്ചാൽ പാപം കെടും, പശികെടും, വ്യസനങ്ങൾ തീരും. എവിടെ സദാ ജപിക്കൽ പോയിട്ട് ഒരു അരമണിക്കൂർ, 20 മിനിറ്റ്, 15 മിനിറ്റ് തുടർച്ചയായിട്ടൊരു നാരായണ നാമം ജപിക്കുന്നുണ്ടോ നമ്മൾ? അപ്പോൾ നമ്മളിപ്പോൾ ഈ ഉപാസന എന്ന് പറയണത് എന്താണ് ചോദിച്ചാൽ കാര്യമായിട്ടും അവിടേക്കും എത്തണില്ല. അതാണ്, ഒന്നുമില്ലാണ്ട് എങ്ങനെയാണ് അവിടേക്ക് എത്തുക? അപ്പം ദുരാരാധ്യോ മതോ മമ, കുറച്ച് പ്രയാസപ്പെട്ടാൽ മാത്രമേ അവിടേക്ക് എത്തുള്ളൂ. അപ്പോൾ വിശപ്പ് ചെറുതായിട്ടൊക്കെ സഹിച്ച് കാടണച്ച മഴ കൊള്ളും, വെയിൽ കൊള്ളും, നിർഭയമായിട്ട് അവിടെ കഴിയാൻ കുറച്ച് പ്രയാസമുണ്ട്. ജീവികളുണ്ട്, സിംഹം, പുലി, കടുവ മുതലായിട്ടുള്ളതാവട്ടെ. ഇതെല്ലാം സഹിച്ചത് യോഗികൾക്ക് കൂടി സാധിക്കാത്ത ആ തപസ് കുട്ടിയായിട്ടുള്ള നീ എങ്ങനെ ചെയ്യും? മുനയ പദവിം വ്യസ്തനിസ്സംഗേനോ ഒരു ജന്മഭി, എല്ലാ സംഘവും പരിത്യജിച്ച മഹർഷിമാർ തീവ്രയോഗ സമാധിന, തീവ്രമായിട്ടുള്ള യോഗം, സമാധി മുതലായിട്ടുള്ളത് കൊണ്ട് കൂടി പ്രാപിക്കാൻ സാധിക്കാതെ ഇരിക്കുന്നതാണ് ഈശ്വര തത്വത്തെ. അതുകൊണ്ട് കുട്ടി, നിനക്കത് പറ്റുമോ? അതോ നിവർത്തതാമേഷ നിർബന്ധസ്തവ നിഷ്ഫല, എൻ്റെ ഈ നിർബന്ധം വെറുതെയാണ്. അവിടേക്കൊക്കെ എത്താനുള്ള യോഗ്യത ഈ കുട്ടിക്കുണ്ടോ എന്നൊന്ന് പരീക്ഷിച്ചതാണ്. ഒന്ന് നിരുത്സാഹപ്പെടുത്തിയാൽ വേണ്ടാന്ന് വെക്കിച്ചാൽ അതിനുള്ള യോഗ്യതയില്ല. അല്ല, അത് തന്നെ പിടിച്ച് നിൽക്കാനാണ് ഭാവം എന്നുണ്ടെങ്കിലോ അവിടേക്ക് എത്തിക്കും വേണം. ആരുടെ രണ്ട് ഉദ്ദേശമുണ്ട്, രണ്ടും കൽപ്പിച്ചിട്ടാണ്. നല്ല രീതിയിലാണ് എങ്കിൽ അവിടേക്ക് എത്തിക്കും വേണം, അല്ലെങ്കിലോ കൊട്ടാരത്തിലേക്ക് എത്തിക്കണം. രണ്ടും അല്ലാണ്ട് ഉഭയഭ്രഷ്ടർ എന്ന് പറയും. ഉഭയഭ്രഷ്ടർ, അങ്ങടും ഇല്ല അങ്ങടും ഇല്ല. അങ്ങനെ ഈ കുട്ടി നശിക്കാൻ പാടില്ല. ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള യോഗ്യത ഇല്ലെങ്കിൽ കൊട്ടാരത്തിലേക്ക് എത്തിക്കണം. അല്ലവാ എങ്ങനെയായാലും നീ അവിടെ നിൽക്കുള്ളൂ വെച്ചാലോ എന്നാൽ അവിടേക്ക് എത്തിക്കണം. അപ്പോൾ അതിനുള്ള മാർഗം പറഞ്ഞു കൊടുക്കണ്ടേ? വേണ്ട വിധം ആക്കി തീർക്കണം. കുട്ടിക്ക് അറിയില്ലെങ്കിൽ അത് താൻ പറഞ്ഞു കൊടുക്കുക. ഈ രണ്ട് ഉദ്ദേശത്തിലാണ് ആദ്യം ഒന്ന് മടക്കി അയക്കാൻ ശ്രമിച്ചത്. അതോ നിവർത്തതാമേഷ നിർബന്ധത്തവ നിഷ്ഫല. കുട്ടി, ഇതൊക്കെ നിനക്ക് എത്തിക്കാൻ പറ്റണ കാര്യമില്ലാത്തതുകൊണ്ട് നീ എന്ത് ചെയ്യുക? കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോവുക. അവിടെ അച്ഛൻ നിന്നെ കാണാതെ ദുഃഖിക്കുന്നുണ്ടാവില്ലേ, വിഷമിക്കുന്നുണ്ടാവില്ലേ? പിന്നെ ജീവിതത്തിൽ ഇപ്പം നമ്മൾ വേണ്ട ഒരു കാര്യം 3 ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറേ ദുഃഖങ്ങളുണ്ടാവില്ല. അത് പാലിച്ചിട്ട് കൊട്ടാരത്തിൽ ജീവിക്കുകയാണ് നിനക്ക് നല്ലത്. ആ 3 കാര്യം എന്താണ്? ഇവിടെ പറഞ്ഞ ഗുണാധികാൻ മുതൻ ലിപ്സേത് അനുക്രോശം ഗുണാതമാൻ മൈത്രി സമാനാത് അന്വേഷേൻ ന താവേർ അഭിഭൂയത. ചെറിയൊരു ഷോർട്ട് കട്ട്. ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ ഒരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാമെന്ന് പറയുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഗുണാധികാൻ മുതൻ ലിപ്സേത് അനുക്രോശം ഗുണാതമാത്. നമ്മളെക്കാട്ടിലും കുറച്ച് യോഗ്യത മഹത്വമുള്ള ഒരാളെ നമസ്കരിക്കാൻ മടിക്കണ്ട, സമ്മതിക്കാൻ വിഷമിക്കണ്ട, വേഗം നമസ്കരിച്ചോളുക. നമസ്കാരമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് അവരെ വന്ദിക്കാൻ പഠിക്കുക. മഹത്വത്തിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക ആദ്യം. ഇനി അവനവനെ പോലെ
ഉള്ളവരെ കണ്ടാലോ, ഓളും അല്ല താഴെയല്ല, മൈത്രിയും സമാനാ ധന്യച്ചേറ്റ്, അവരോട് മൈത്രി ഭാവത്തെ കൈക്കൊള്ളുക, അങ്ങനത്തെവരുടെ കൂടെ നടക്കുക, അവരെ സുഹൃത്തുക്കളാക്കുക. കാരണം മറ്റവരെ സുഹൃത്തുക്കളാക്കാൻ പറ്റും, അവർ നമ്മളെക്കാൾ മീതെയുള്ളവരാ. അവരുടെ ഹേ എന്നൊക്കെ പറഞ്ഞ് തോള് കൈയിട്ട് അവരോട് അങ്ങനെ പാടില്ല. അവരെ ബഹുമാനിച്ച് ഒന്ന് വിട്ടിട്ടേ നിൽക്കാവൂ. എന്നാൽ നമ്മളെപ്പോലുള്ളവരോട് മൈത്രിയാവാം. ഇനി ലേശം താഴെയുള്ളവരോടോ, അവരോട് പരിഹാസം വേണ്ട. അവരുടെ കാര്യം ഇങ്ങനെ ആയി തീർന്നല്ലോ ഈശ്വര, അവരെയും കൂടി നേരെ വെക്കണേന്ന് പറയാം. അത്ര നന്ന അങ്ങനെയാ. അപ്പം അവരോട് സഹതാപം ഉണ്ടായിട്ട് ഈശ്വരനോട് അവരെയും കൂടി നന്നാക്കാൻ പ്രാർത്ഥിക്കുക, അല്ലാണ്ട് പരിഹസിക്കുകയോ പരദൂഷണോ വേണ്ട. അത്ര നല്ല തത്വമാണ്. അപ്പോൾ ഒന്ന് തന്നേക്കാൾ താഴെയുള്ളവർ, ഒന്ന് തന്നെയുടെ സമാനമായിട്ടുള്ളവർ, പിന്നെ ഒന്ന് തന്നേക്കാൾ മീതുള്ളവരോട് എങ്ങനെ പെരുമാറണം. സമാനമായിട്ടുള്ളവർ കണ്ട് മൈത്രി ഭാവത്തെ വയ്ക്കുക, മീതുള്ളവരെ കണ്ട സംശയം കൂടാതെ നമസ്കരിക്കുക. സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണം എന്ന് പറഞ്ഞതാണ്. താഴെയുള്ളവരെ കണ്ട അവരെയും കൂടി ഒന്ന് നേരെ വെക്കണേ. എന്തിനാ ഗുരുവായൂരപ്പ ചില ആൾക്കാരെ മാത്രം ഇങ്ങനെ ചീത്തയാക്കിയിട്ട് അവർക്ക് ഈ ശിക്ഷയ്ക്ക് നരക ദുഃഖമൊക്കെ കൊടുക്കണം? അവരെയും കൂടി അങ്ങ് വിചാരിച്ചാൽ നന്നാക്കാൻ സാധിക്കില്ലേ? എന്നാൽ സഹതാപമേ തന്നേക്കാളും താഴെയുള്ളവരോട് പാടുള്ളൂ. കുട്ടി, ഈ 3 കാര്യം ആലോചിച്ചിട്ട് നീ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോവുകയാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നണം. എന്നിങ്ങോട്ട് പറഞ്ഞപ്പോൾ ധ്രുവൻ ഒട്ടും തന്നെ അതിനെ ഗൗനിച്ചില്ല. ദർശിതകൃപയാ പുംസാം ദുർദർശോത്മവിധേയ. സുരുചിയുടെ ആ ബാണങ്ങൾ കേട്ട് വളരെയേറെ ദുഃഖിച്ച് ആ ധ്രുവൻ ഒരിക്കലും ഇനി ഞാൻ കൊട്ടാരത്തിലേക്കില്ല. അങ്ങനെയല്ലേ പറയാറ്, നൂനം ഭവാൻ ഭഗവതോ യോങ്കച പരമേഷ്ഠിന. വീണയും കയ്യിൽ ധരിച്ചുകൊണ്ട് ഭഗവാൻ ഭക്തന്മാരുടെ കൂടെ ഉണ്ടാവുമെന്നൊക്കെ. അപ്പോൾ ആ കാട്ടിൽ അങ്ങ് പറഞ്ഞ ഈ വിഷമങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കാൻ ഭഗവാൻ അവിടെ ഉണ്ടാവില്ലേ നാരദ മഹർഷി? പിന്നെ ഞാൻ എന്തിനാണ് മടിക്കണത് പോവാൻ? അതുകൊണ്ട് എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും വേർപിരിയില്ല, ഉറപ്പിച്ചു. അപ്പം നാരദൻ മനസ്സിലാക്കി, ഇത് ചില്ലറക്കാരൻ കുട്ടിയല്ല, ഇതവിടെ എത്തിയിട്ട് തന്നെ മടങ്ങുള്ളൂ എന്ന് ഉറപ്പായപ്പോൾ, എന്നാ കുട്ടി എങ്ങനെയാണ് ഭഗവാനെ ഭജിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവണ്ടേ? മധുവനം എന്ന് പറഞ്ഞിട്ട് അത് അടുത്തുള്ളതായിട്ടുള്ള കാട്ടിൽ കാളിന്തി നദിയിൽ കുളിക്കുക, ഭഗവാന്റെ മനോഹരമായിട്ടുള്ള രൂപം മനസ്സിൽ ധരിക്കുക. ശീവത്സാംഗം ഘനശ്യാമം പുരുഷം മനമാലിനം ശംഖചക്രഗദാപത്മേരഭിവ്യക്ത ചതുർഭുജായിട്ടുള്ള ശംഖചക്രഗദാപത്മാദികൾ ധരിച്ച നീലമേഘശ്യാമള സ്വരൂപത്തോടു കൂടി കൗസ്തുഭം മഞ്ഞപ്പെട്ട മുതലായിട്ടുള്ള ഭൂഷണ വസ്ത്രങ്ങളാലും വിഭൂഷണങ്ങളാലും അലങ്കരിച്ചതായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഭഗവാന്റെ ശ്രീരൂപം പാദാദി കേശവും കേശാദി പാദവും ഇങ്ങനെ ഉറപ്പിച്ച് ധ്യാനം ശീലിക്കുക. ഒരു മന്ത്രവും ഞാൻ പറഞ്ഞുതരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരദൻ പറഞ്ഞു കൊടുത്തപ്പോൾ അത് മന്ത്രമായിട്ട് മാറി. കുട്ടിയത് വരെ കേട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഉപദേശ രൂപത്തിൽ കിട്ടിയപ്പോൾ ആ മന്ത്രത്തിൽ വല്ലാത്ത രുചി. അതിങ്ങനെ വീണ്ടും വീണ്ടും ചെല്ലണം. 1000 തലച്ചാൽ അടുത്ത 1000ത്തിലേക്ക്, അടുത്ത 1000 കഴിഞ്ഞാൽ ഇനി അടുത്ത 1000ത്തിലേക്ക് എന്ന ക്രമത്തിൽ ഇങ്ങനെ ചൊല്ലി ഒരു നിമിഷവും നാവും നിന്ന് വേറെ ആവാത്ത ഒരവസ്ഥ. ഇതാണ് മന്ത്രോപദേശം എടുത്താൽ എത്രയോ ഇരട്ടി ഫലമുണ്ട് എന്ന് പറയും. ഒരു നാമം നമ്മൾ ഒരു പ്രാവശ്യം ജപിച്ചാൽ ഇതിനേക്കാൾ ബലം 1000 ഇരട്ടിയായിട്ട് മാറും ഉപദേശം എടുത്തിട്ട് അത് ചൊല്ലിയാൽ. രണ്ടിനും വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈ ഉപദേശം എടുക്കണം, ഒരു മന്ത്രോപദേശം എടുക്കുക. അത് വളരെ ആവശ്യമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന 12 അക്ഷരമുള്ള ദ്വാദശാക്ഷരി മന്ത്രം പറഞ്ഞു കൊടുത്തു. ഭഗവാന്റെ പൂജാക്രമങ്ങൾ പറഞ്ഞു കൊടുത്തു. അവതാര ലീലകളൊക്കെ സ്മരിക്കുകയും ചെയ്യണം. ഇലകൾ, തുളസി, പുഷ്പങ്ങൾ മുതലായിട്ടതേ കൊണ്ടൊക്കെ പൂജിച്ച് സ്വേച്ഛാവതാര ചരിതേർ അചിന്ത്യ നിജമായ, ചിന്തിച്ചാൽ എത്താത്ത വണ്ണം മഹത്വമുള്ള ഭഗവാന്റെ ലീലകളെ മനസ്സിൽ കാണുക. മത്സ്യാവതാരോ കൂർമാവതാരോ ഗജേന്ദ്രമോക്ഷോ ഏതാ കഥ നമ്മുടെ മനസ്സിലേച്ചാൽ അതിങ്ങനെ ഓർത്ത് ജലപുഷ്പഗന്ധങ്ങളെ കൊണ്ട് പൂജിച്ച് ഭഗവാന്റെ മനോഹരമായിട്ടുള്ള സ്വരൂപം, മഞ്ഞപ്പട്ട ശംഖചക്രം ഗദാതാമര ഇതൊക്കെ ചിന്തിച്ച്
ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ മന്ത്രം നിരന്തരം ജപിച്ചാൽ 7 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ചില ബലങ്ങളൊക്കെ കാണും. അവിടെ നിർത്തരുത്. പുമാൻ പശ്യതി കേചരാൻ, ആകാശത്തു കൂടെ സഞ്ചരിക്കുന്ന ഗഗനചാരികളായിട്ടുള്ള ചില സത്വങ്ങളെ, യക്ഷകിന്നര ഗന്ധർവന്മാരെ പോലുള്ളവരെ കാണാൻ നമുക്ക് കഴിയും. പക്ഷെ അവിടെ നിന്ന് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തണില്ല. വീണ്ടും അതേപോലെ തീവ്രമായിട്ട് തുടർന്നാലോ ഈശ്വര സാക്ഷാത്കാരമുണ്ടാവും. തീർച്ചയായിട്ടും ഭഗവാൻ പ്രത്യക്ഷ ഫലം നൽകും എന്നും പറഞ്ഞ് നാരദ മഹർഷിയാണ്ട് പോയി. ത്വാം ആരരാത തപസാ മധുകാനനാന്തേ സംതൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ. ഇത്രയും നേരം പറഞ്ഞതാണ് ഇപ്പോൾ ഒരൊറ്റ വരിയിൽ ഒതുക്കിയത്. കാണപ്പെട്ട നാരദനാൽ പറയപ്പെട്ട മന്ത്രനാൽ ഒക്കെ പെട്ടതിന് ചേർത്ത വേമ്പയും കഴിയും. സംതൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ. നാരദനാൽ പറയപ്പെട്ട മന്ത്രമാർഗമാണ്. ഒന്നുമോ ഭഗവതേ വാസുദേവായ. അവതാര ഇലകൾ ചിന്തിക്കുക, ഭഗവാന്റെ സ്വരൂപം ചിന്തിക്കുക, പൂജാവിധികൾ ചെയ്യുക. ഇതൊക്കെ ചെയ്തിട്ട് കാളിന്തി നദിയിൽ അവിടെ സ്ഥിതി ചെയ്യുന്ന മധുവനത്തിൽ അല്ലയോ ഉണ്ണി തപസ് ചെയ്താൽ തീർച്ചയായിട്ടും ഭഗവാന്റെ ആ സാക്ഷാത്കാരം നിനക്ക് കിട്ടും. കുട്ടി അതേപോലെ ചെയ്യണം. ത്വാമാരരാധ തപസ മധുകാനനാന്തേ. ആദ്യത്തെ ഒരു 3 ദിവസം, ആദ്യത്തെ 3 മാസം വീണ് കിടക്കുന്ന പഴങ്ങൾ ഭക്ഷിച്ചു. 2ാമത്തെ മാസം ആയപ്പോഴേക്കും, 2ാമത്തെ 3 മാസം എന്ന് പറഞ്ഞാൽ 6 മാസം, 6 മാസം ആയപ്പോഴേക്കും ഇലകൾ മാത്രം ഭക്ഷിക്കാൻ തുടങ്ങി. പിന്നത്തെ മാസം ആയപ്പോഴേക്കും, 3ാമത്തെ മാസം ആയപ്പോഴേക്കോ ഈ ജലം മാത്രം ഭക്ഷിച്ചു. 5ാമത്തെ മാസം ആയപ്പോഴേക്കും വായു മാത്രം ഭക്ഷിച്ചു. 6ാമത്തെ മാസമായപ്പോഴേക്കും വായുവിനെ ഉള്ളിലേക്ക് ആക്കിയത് കാരണം എടുക്കേണ്ട ആവശ്യമില്ല. ഉള്ളിലെത്തിയാൽ പിന്നെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ക്രമമായിട്ട് ധ്രുവൻ തപസ് ആരംഭിക്കണു. ഭഗവാൻ ദർശനം കൊടുക്കുന്ന ഭാഗങ്ങളാണ് ഇനി കാണാനുള്ളത്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.